warm welcome to Dubai. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ. ഒട്ടും വയ്യ, കാലൊക്കെ മൊത്തം മരവിച്ച് ഇപ്പൊ മുള്ളു കുത്തുന്ന വേദനയാ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻറ്റിൻ്റെ വീഡിയോ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഫിൻലാൻഡിലെ റോവിനേമി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ കാണാമെന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് ടാക്സി വിളിക്കണം. നേരെ നമ്മൾ ഒരു ഹോസ്റ്റൽ എടുത്തേക്കണത്. കാരണം ഇവിടെയൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസ് ആണ്. ഈ ട്രിപ്പ് തന്നെ നല്ല എക്സ്പെൻസ് ഉള്ള ട്രിപ്പാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ എന്തായാലും ഞാനും പിന്നെ എപ്പോഴും കൂടെ ഒരു കുട്ടിത്തെ ഭയങ്കര പോലെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഇന്ന് ഇവിടെ മൊത്തം എക്സ്പ്ലോറിങ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ മലയിലൊക്കെ നിറച്ച് മഞ്ഞും അവിടെ ആക്ടിവിറ്റീസൊക്കെ പോകുന്നുണ്ട്. പിന്നെ അത് കണ്ടിട്ട് എനിക്കൊരു മാനെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. മാൻ തന്നെയാണോ? ഇത് കണ്ടോ, ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇനി എങ്ങോട്ടാ? അങ്ങോട്ടേക്ക് ഏകദേശം ഒരു 19 യൂറോ എങ്ങാണ്ടാണ് കേട്ടോ. ഇവിടെ കുറച്ച് എക്സ്പെൻസ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നല്ല എക്സ്പെൻസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഹോട്ടലിൽ പോവാം. നല്ലൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്റ്റേ. ഇതൊരു കൈൻഡ് ഓഫ് ഹോസ്റ്റൽ ആണല്ലേ, മറ്റേ ഡോർമെട്രി കൈൻഡ് ഓഫ്. അല്ലാത്ത റൂമിനൊക്കെ 1 ലക്ഷം രൂപയൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ സ്ഥലത്ത് പിടിച്ചു. ഇവിടെ മൊത്തം മഞ്ഞ് കൂട്ടിയിട്ടേക്കാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് സ്ഥലങ്ങളൊക്കെ. എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ ട്രിപ്പ് തീരണ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ വേണമെങ്കിൽ വൈകുന്നേരം ഒരു പ്രോഗ്രാം ഉണ്ട്. നമ്മളെ നോർത്തേൺ ലൈറ്റ്സ് ഹണ്ടിങ് ആണ്. നോർത്തേൺ ലൈറ്റ്സ് ഇവിടെ ചിലപ്പോൾ ഒക്കെ വിസിബിൾ ആവുമായിരിക്കും. പക്ഷേ ചാൻസ് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പ്ലാനേഴ്സിനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് അറൗണ്ട് 200 യൂറോസ് വെച്ച് വരുന്നുണ്ട്. കൈസ് അപ്പം ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഡോർമെട്രി. ഇതൊരാൾക്ക് താഴെ കിടക്കാം, പിന്നെ ഒരാൾക്ക് മേളിൽ കിടക്കാം. ലഗേജൊക്കെ ഇവിടെ കീപ്പ് ചെയ്യാം. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല ബെഡാണല്ലേ. പിന്നെ അവിടെ നമുക്ക് കിച്ചൺ ഉണ്ട്. കിച്ചൺ, സോന, വാഷ്റൂം എല്ലാം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ പോയിട്ട് ഫുഡ് വാങ്ങിച്ചിട്ട് വന്ന് കുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് പോയി കഴിക്കാം. എല്ലാ ഓപ്ഷനും ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് സെറ്റിലായി. നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഗ്രോസറീസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഗ്രോസറി ഷോപ്പ് തപ്പി പോവുകയാണ്. ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് നൂഡിൽസ് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുവാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നല്ല വിലയുണ്ട് ഒരു പിസയ്ക്ക്. ബർഗറിന് തന്നെ 21 യൂറോ. ഏകദേശം നാട്ടിലൊരു 1900 രൂപയ്ക്ക് വരുന്നു ഒരു ബർഗർ കഴിക്കാൻ. വയസ്സ് ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് ബെറീസാ. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിയേ, മഞ്ഞിട്ടേക്കുന്നേ. ഫസ്റ്റ് ടൈം ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാണ്. പക്ഷേ കാണാനുള്ള രസമേ ഉള്ളൂ, വേറെ വലിയ രസമൊന്നും ഇല്ല കേട്ടോ. വയസ്സ് അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണെ. നല്ല തണുപ്പുണ്ട്. ആദ്യം വിചാരിച്ച് തണുപ്പില്ലാന്ന് വിചാരിച്ച് അകത്തോട്ട ജാക്കറ്റൊക്കെ അവിടെ ഓടിയിട്ടു. ഹെഡ്ഫോൺസ് ഒക്കെ മാറ്റി. ഇപ്പോൾ ചെവി കൂടെ എല്ലാവരും കൂടെ തണുപ്പ് കേൾക്കൊണ്ടിരിക്കുക. ഞാൻ ഇതുപോലെ മഞ്ഞുകൾ ആദ്യമായിട്ട് കാണും കേട്ടോ. പക്ഷേ ഹാർഡ് മഞ്ഞ് ഞാൻ വീഴാൻ പറ്റില്ല, എന്തെങ്കിലും അപകടം പറ്റും. അപ്പോൾ നമ്മളിന്ന് നടന്നെങ്കിൽ കുറച്ചുകൂടെ ദൂരം നടക്കാനുണ്ട്. അവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇത് ഇത് കുഞ്ഞു കുഞ്ഞു വീടുകളാണ് കേട്ടോ. പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. ഇതാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്, കെ മാർക്കറ്റ്. ഇവിടെ നമുക്ക് ഇനി കുറച്ച് നൂഡിൽസ് വാങ്ങിച്ച് അളവുണ്ടായി കഴിക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് 2 ബർഗർ, പിസ്സ, കുറച്ച് കേക്ക്സ്, പിന്നെ ചിപ്സ്, വെള്ളം, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഇനി വീട്ടിൽ പോയിട്ട് നമ്മുടെ റൂമിൽ പോയിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് പിസ്സ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ നോർത്തേൺ ലൈറ്റ്സ് ഹണ്ടിൻ്റെ ആൾക്കാർ. അപ്പം 4 to 4 ഇടയ്ക്ക് അവർ വന്ന് പിക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ആ സമയത്ത് അവിടെ ഉണ്ടാവണം. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. വെറുതെ കുറേ പിള്ളേരൊക്കെ പോകുന്നുണ്ട്, സ്കൂൾ വിട്ട് പോകുന്നവരെങ്ങാണ്ടോ ഇവിടെ. പക്ഷേ ഞാൻ ആലോചിക്കുക എങ്ങനെ ഒരു സർവൈവ് ചെയ്യുന്നതെന്ന്. കാരണം ഇവർക്ക് ശീലമായിട്ടുണ്ടാവും. ഞാനൊക്കെ ഇവിടെ വന്ന് ചത്തു മിക്കവാറും. കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ കൈയൊക്കെ ഏകദേശം തണുക്കുന്നുണ്ട് കുറേ നേരം നടക്കുമ്പോഴത്തേക്കും. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ചങ്ങ് നടക്കുമ്പോഴത്തേക്കും എല്ലാം സെറ്റാവും. കൈയൊക്കെ മതി വെച്ച്. നമ്മളെല്ലാവരും കൂടെ നോർത്തേൺ ലൈറ്റ്സ് കണ്ടിട്ട് വേണ്ടി വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ ബാങ്കിൽ ഗ്ലിവേരി പോയിട്ട് 8 പേരുണ്ട്. അപ്പം ഇവിടുന്ന് കുറേ പോകാനുണ്ട്. ക്ലിയർ സ്കൈ നോക്കിയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നീ കാണാൻ പറ്റും കണ്ടില്ല. ഇവിടെ മൊത്തം ഇട്ടാൽ നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും നേക്കട വെച്ച് കാണാൻ പറ്റും എന്നാണ് ഇതിൻ്റെ പ്രതീക്ഷ. ഐ ഹോപ്പ് സോ. കാണാൻ പറ്റട്ടെ. അപ്പോൾ വെതർ കാണിക്കുന്ന
ഗൈസ് ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പ്ലോറിങ് ആണ്, പക്ഷെ പറയാൻ പറ്റുന്ന തണുപ്പാണ് കേട്ടോ ഇവിടെ. ഇവിടെ മൊത്തത്തിൽ സ്റ്റാർസ് നമുക്ക് നോട്ടോജേഴ്സ് കാണാൻ പറ്റുന്നില്ല. ഞാൻ എന്തായാലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തേക്കാം. ഒട്ടും നിൽക്കാൻ വയ്യ, നല്ല തണുപ്പുണ്ട്. എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി കൂടുതൽ തണുപ്പ്. -15 എങ്ങാണ്ട് വന്നേക്കണേ. കുന്തം ഫീൽഡ്സിലേക്ക് എത്താറൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര രസമാണ്. ഞാൻ മറ്റേ സ്റ്റാർ ലാബ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫോട്ടോസ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ബാക്കി പരിപാടിയിലോട്ട് പോട്ടെ. Thank you. Oh. Really? Okay. There's a big truck coming. A few moments later. ഇതിന്റെ ടോർച്ചിന്റെ വെട്ടം കുറക്കാൻ പറ്റും. അപ്പോൾ നമ്മള് പുറത്തിറങ്ങിയിട്ടേ ഇപ്പൊ അനങ്ങാൻ വയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുക. കൈ മരവിച്ചു, കാല് മരവിച്ചു. പിന്നെ ഞാൻ ആരുടെ ഇവിടെ ഒരു വാമറുണ്ടായിരുന്നു, അത് കുറച്ചേരം അടിച്ചു മാറ്റിയിട്ട് കൈ വാമ ചെയ്തിട്ട് തിരിച്ചു വിളിച്ചു. ഫോണില്ല, കണ്ണും കാണുന്നില്ല. പക്ഷെ സംഭവം വേർത്തായിരുന്നല്ലേ. കൈ മാറ്റണം. ഇവിടെ കാല് ഒട്ടും വയ്യ, കാലൊക്കെ മൊത്തം മരവിച്ച് ഇപ്പൊ മുള്ളു കുത്തുന്ന വേദനയാ. പുറത്ത് നല്ല അടിപൊളി നോർത്ത് ലൈറ്റ്സ് ഡാൻസിങ് ആണ് കേട്ടോ. പക്ഷെ അതിന്റെ വീഡിയോ നമുക്ക് കിട്ടും. ഞങ്ങൾ ഏക്കഡേയ്സിൽ കണ്ടു വീഡിയോ. പിന്നെ നല്ല ക്വാളിറ്റിയിൽ കിട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ അതുകൊണ്ട് ഫോണിൽ അങ്ങനെ അധികം എടുത്തില്ല. എനിക്കവിടെ അവസരം കിട്ടുന്നില്ല. കൈ വരവിച്ചിട്ട് രക്ഷയില്ല. -15 എങ്ങാണ്ട കുന്തം. ഐ ഡിഡ്ന്റ് എക്സ്പെക്റ്റഡ് ദിസ് മച്ച് കോൾഡ് അല്ലേ. അത് ഞാനിവിടുന്ന് വിൻ്റർ ഡ്രസ്സൊക്കെ റെൻറ്റിനെടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ അതൊന്നും ഞാൻ എടുത്തില്ല. അത്രയും ഞാൻ എക്സ്പെക്ട് ഇല്ല. പക്ഷെ നാളെ ഉറപ്പായിട്ടും ഡ്രസ്സ്. പക്ഷെ നമ്മുടെ റോവിനേവിയിൽ അത്ര കോൾഡ് ഇല്ലല്ലേ. ഇത് ഉള്ളിലോട്ടായതുകൊണ്ട് ഭയങ്കര സീനാ, പറ്റുന്നില്ല. അപ്പൊ എന്തായാലും ഞങ്ങളിനി തിരിച്ചു പോകണം. ഏകദേശം 200-300 കിലോമീറ്റർ അറൗണ്ട് കവർ ചെയ്തിട്ടുണ്ട് വൺ സൈഡ്. 3.5 മണിക്കൂർ കവർ ചെയ്തു. ഇനി അങ്ങോട്ടേക്ക് ഉണ്ട്, അത് ഏകദേശം 300 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ വർത്തായിരുന്നു. ഇപ്പൊ നമ്മള് അറോറ ഹണ്ടിങ്ങിന് ചിലവായ എക്സ്പെൻസ് എന്ന് പറയുകയാണെങ്കിൽ ഒരാൾക്ക് 200 euro വെച്ചിട്ടാണ് കേട്ടോ. ഏകദേശം 19,000 രൂപ വരും ഒരാൾക്ക്, ഇൻക്ലൂഡിങ് ഫോട്ടോസ് ആൻഡ് ഓൾ. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി കുറച്ചേരം ഇവിടെ ഇരുന്ന് കളർ കാണട്ടെ. എല്ലാം വീഡിയോയിൽ കാണിച്ചു തരാം.